ലാസ്റ്റ് ക്ലാസ്സിലെ ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഹെൻറി ഫേർഡിൻ്റെ 14 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നമ്മളിന്നത് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് നേച്ചർ എന്ന് പറഞ്ഞാൽ അർത്ഥം? സ്വഭാവം. അതായത് മാനേജ്മെൻറ്റിൻ്റെ വിവിധ തത്വങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് പേര് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്നാണ്. ഫസ്റ്റ് പോയിന്റ് പേര് എന്താണ്? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. എന്താണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം? പ്രപഞ്ചം മുഴുവൻ അംഗീകരിച്ചത് എന്നാണ് അർത്ഥം. ഹെൻറി ഫേർഡ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് തന്നു. അതുപോലെ തന്നെ ഇനി നമ്മൾ മറ്റൊരാളെ കൂടി പരിചയപ്പെടാനുണ്ട്. അതുപോലുള്ള ഇത്തരം തത്വങ്ങൾ ലോകം മുഴുവൻ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഏത് സ്ഥാപനവും അംഗീകരിച്ച ഒന്നാണെന്നാണ് ഈ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ആപ്ലിക്കബിൾ ടു എനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ്. They are applicable in all areas of human activity, even if it is business or non-business. ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് അല്ലാത്ത മറ്റെന്തെങ്കിലും തരത്തിലുള്ളതായിക്കോട്ടെ, ഏതൊരു സ്ഥാപനം, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലായിടത്തും ഈ പറഞ്ഞ മാനേജ്മെന്റ് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രപഞ്ചം മുഴുവൻ അംഗീകരിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. ഓക്കെ. സെക്കൻഡ് പോയിന്റ് പേര് ജനറൽ ഗൈഡ് ലൈൻസ്. പൊതുവായിട്ടുള്ള ഒരു വഴികാട്ടിയാണ് നമുക്കുള്ളത്. ഓക്കെ, ജനറൽ ഗൈഡ് ലൈൻസ്. ദ പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് ടു ആക്ഷൻ. ദ പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് ടു ആക്ഷൻ. അതായത് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു വഴികാട്ടിയാണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് റെഡിമെയ്ഡ് സൊല്യൂഷൻ ടു ഓൾ മാനേജറിയൽ പ്രോബ്ലംസ് ആസ് റിയൽ ബിസിനസ് സിറ്റുവേഷൻസ് ആർ നോട്ട് എനേക്ക്. ഈ രണ്ടാമത്തെ പോയിന്റ് പേര് എന്താണ്? ജനറൽ ഗൈഡ് ലൈൻസ്. ജനറൽ ഗൈഡ് ലൈൻസ് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ഒരു വഴികാട്ടി. അതായത് നമ്മളിപ്പോൾ മറ്റേതെങ്കിലും കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെഡിമെയ്ഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? തച്ച് വെച്ചിരിക്കുക. ഇപ്പോൾ റെഡിമെയ്ഡ് ഷർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് റെഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് ആ സമയത്ത് നമ്മൾ ചെന്നാൽ നമുക്ക് എപ്പോൾ ചെന്നാലും ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. എന്നാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. അതായത് പ്രോബ്ലംസ് എല്ലാം സെയിം ആയിരിക്കത്തില്ല. ഒരു മാനേജ്മെന്റ് പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പല സമയങ്ങളിൽ പല പ്രോബ്ലംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് സൊല്യൂഷൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ യുക്തി, നമ്മൾ കോമൺ സെൻസ് ഒക്കെ യൂസ് ചെയ്ത് ആർക്കും നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കാത്ത രീതിയിൽ വേണം ഇത് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പേര് ജനറൽ ഗൈഡ് ലൈൻ. അതായത് പ്രവർത്തിക്കാൻ ഒരു മാർഗരേഖ മാത്രമേ തരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഡിപ്പെൻസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പേര് ജനറൽ ഗൈഡ് ലൈൻസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പേര് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. എന്താണ് പ്രാക്ടീസും എന്താണ് എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. എന്താണ് എക്സ്പെരിമെന്റ്? പരീക്ഷ. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പരിശീലിക്കുക. അപ്പം ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പരിശീലനത്തിലൂടെയും പരിശീലനത്തിലൂടെയും ഈ പറഞ്ഞ എക്സ്പെരിമെന്റ്, പരീക്ഷണത്തിലൂടെയുമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതായത് നിരന്തരമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയുമാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നോക്കൂ. The principles of management are formed by experience and collective wisdom of managers as well as experimentation. ഒരുപാട് വർഷത്തെ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഈ പറഞ്ഞ പരിചയപ്പെടുത്തലിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കണ്ട പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ പോയിന്റിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നേച്ചറാണ് പഠിച്ചത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് പേര് എന്തായിരുന്നു? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. ഓക്കെ, പ്രപഞ്ചം മുഴുവൻ അംഗീകരിച്ചതാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് പേര് എന്താണ്? പൊതുവായിട്ടുള്ള ഒരു വഴികാട്ടിയാണ്, ജനറൽ ഗൈഡ് ലൈൻസ് ആണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് പേരെന്താണ്? ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. 3 പോയിന്റ് ഓക്കെ അല്ലേ? ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പോവാം. ഫ്ലെക്സിബിൾ. എന്താണ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം? അയവുള്ളതാണ് അല്ലെങ്കിൽ വഴക്കമുള്ളതാണ്. എന്താണ്? സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ കഴിയുന്നു. എങ്ങനെയാണ്? സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ കഴിയണമെന്നാണ് ഈ പറഞ്ഞ ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന പോയിന്റിനോട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റെഡിമെയ്ഡ് സൊല്യൂഷൻ അല്ല. അപ്പം ഡിപ്പെൻസ്, സാഹചര്യം അനുസരിച്ച്. അപ്പം എന്താണ്?
ഓരോ ഓർഗനൈസേഷനും എപ്പോഴും ഒരേ പ്രശ്നങ്ങൾ തന്നെ വരണമെന്നില്ല. പല തരത്തിലുള്ള, പല സ്വഭാവത്തിലുള്ള, പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം വരേണ്ടത്. അപ്പോൾ ഓരോ പ്രോബ്ലംസിന് എന്ത് ചെയ്യേണ്ടി വരും? ഓരോ തരത്തിലുള്ള സൊല്യൂഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതായത് വഴക്കമുള്ളതായിരിക്കണം. ഓക്കെ. Management principles are elastic or flexible in nature. They are prepared to adapt to different situations and a changing environment. മാറുന്ന മാറ്റം അനുസരിച്ച് നമ്മുടെ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യുന്നതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. എന്നാൽ അതിന്റെ തത്വത്തിനകത്ത് ചോർച്ച സംഭവിക്കാതെ. അപ്പൊ നമ്മൾ 4 പോയിന്റാണ് പഠിച്ചത്. അടുത്ത 5ാമത്തെ പോയിന്റ് പേര് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം. ഓക്കെ. Management principles are formulated mainly to regulate and direct the human being in an organization. They are supposed to influence human behavior. മനുഷ്യന്റെ ബിഹേവിയറിനെ, മനുഷ്യന്റെ മനോഭാവത്തെ മാറ്റം വരുത്താൻ കഴിയണം. അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞില്ലേ, കഠിനമായ ഒരു തൊഴിൽ, ഇതെങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കും. എന്ത് ചെയ്തു? അതിനെ ഡിവൈഡ് ചെയ്ത് തന്നു. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതൊക്കെ ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് സ്പീഡായി, ആക്യുറേറ്റ് ആയി മാറി, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് നമ്മളാൽ കഴിയില്ല എന്ന് വിചാരിക്കുന്ന പല പല കാര്യങ്ങളും ആ കൃത്യമായിട്ടുള്ള വിഭജനത്തിലൂടെ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് 4ാമത്തെ പോയിന്റിന്റെ പേര്. 4ാമത്തെ അല്ല, 5ാമത്തെ പോയിന്റ് പേര് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പൊ മൊത്തം ഇപ്പൊ നമ്മൾ 5 പോയിന്റ്സ് ആണ് പഠിച്ചത്. ഇനി നമുക്ക് 6ാമത്തെ പോയിന്റിലേക്ക് പോവാം. 6ാമത്തെ പോയിന്റ് പേര് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. The principles of management are intended to establish relationship between cause and effect so that they can be used in similar situations. ഒരേപോലുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരേ തരത്തിലുള്ള സൊല്യൂഷൻസ് നമുക്ക് പ്രയോഗിക്കാം. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പല പല കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം? റിജിഡ് ആയിട്ടുള്ളതല്ല, പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിച്ച് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. കോസ് ആൻഡ്, അതായത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യുക. കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കാരണങ്ങൾ കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യുക. അതാണ് 6ാമത്തെ പ്രിൻസിപ്പിൾ. ഓക്കെ. ലാസ്റ്റ് വൺ ഈസ് കണ്ടിൻജന്റ് ഓർ റിലേറ്റിവിറ്റി. അതിനകത്ത് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കും. ഓക്കെ. അപ്പൊ എന്താണ് ചെയ്യാൻ നോക്കാം. The application of principles of management is contingent or dependent upon the prevailing situation at a particular point of time. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങൾ, അത് സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പെരുമാറേണ്ടി വരും. ഞാൻ നേരത്തെ ആ പോയിന്റ് പറഞ്ഞത് ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഹെൻറി ഫണ്ടിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. പക്ഷെ അതിനകത്തൊക്കെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഡിപ്പെൻഡ്, സാഹചര്യം അനുസരിച്ച് നമ്മൾ, അതായത് ഒരു സയൻസ് പെരുമാറുന്ന പോലെ ഒരിക്കലും നമുക്ക് ഇത് പെരുമാറാൻ കഴിയില്ല. നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോൾ വാട്ടർ ഫോം ചെയ്യും നമുക്കറിയാം. അത് കൃത്യമായിട്ടുള്ളൊരു പ്രപഞ്ച സത്യമാണ്. പക്ഷേ അതുപോലൊന്നും നമുക്കൊരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതാണ് ഡിപ്പെൻസ്, അതായത് ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ പെരുമാറണമെന്ന് പറയാൻ കാര്യം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നിപ്പം ഡിസ്കസ് ചെയ്തത് എന്താണ്? നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് തത്വങ്ങളുടെ സ്വഭാവമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് പേര് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, സെക്കൻഡ് പോയിന്റ് പേര് ജനറൽ ഗൈഡ് ലൈൻസ്, തേർഡ് പോയിന്റ് പേര് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ, ഫോർത്ത് വൺ ഫ്ലെക്സിബിൾ, ഫിഫ്ത്ത് വൺ ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ, സിക്സ് വൺ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കണ്ടിൻജന്റ് ഓർ റിലേറ്റിവിറ്റി. ഓക്കെ. ക്ലിയർ അല്ലേ? ചിലപ്പോഴത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ഒരു കൊമേഴ്സ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ നേച്ചർ നിങ്ങൾക്ക് വിവരിക്കാമോ എന്നായിരിക്കും ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത. ക്ലിയർ? അടുത്ത നമുക്ക് ഇമ്പോർട്ടൻസ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രാധാന്യം, അതായത് അതും നമുക്കൊരു ഹയർ സെക്കൻഡറിയിൽ നമുക്കൊരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് പേര് പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. അതിൽ പറയുന്നത് എന്താണെന്നറിയോ?
നാം പഠിച്ച കാര്യങ്ങൾ, നാം ഇപ്പം തന്നെ ഹെൻറി ഫയോൾ നേരത്തെ പറഞ്ഞു എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്, ഒരു കഠിനമായ തൊഴിലിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ജോലി ഭാരം കുറയുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ആരായി മാറി, എക്സ്പേർട്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ആ സംഭവം എന്താണ്, നമ്മൾ പഠിച്ച് മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതെന്ത് ചെയ്യണം, റിയൽ സിറ്റുവേഷൻ, അതായത് യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ അത് എന്ത് ചെയ്ത് കാണിക്കണം, അപ്ലൈ ചെയ്ത് കാണിക്കണം. എങ്കിൽ മാത്രമേ അതിന് പ്രയോജനം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ് മാനേജർ, അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ തരത്തിൽ നമ്മൾ ഈ പഠിച്ച പ്രിൻസിപ്പിൾസ് നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യണം. റിയൽ ലൈഫ് സിറ്റുവേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിന്റെ പ്രയോജനം നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞ പോയിന്റിന്റെ അർത്ഥം. ക്ലിയർ അല്ലേ? നോക്കാം. Providing managers with the useful insight into reality. The principles of management provide the managers with the useful insight into real world situation. First point okay അല്ലേ? ഫസ്റ്റ് പോയിന്റ് പേരൊന്നുകൂടി പറയുകയാണ്, പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റ് പേര് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? വിഭവങ്ങൾ. ഈ പറഞ്ഞ വിഭവങ്ങളെ പരമാവധി എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് 3-4 റിസോഴ്സുകളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ? മെന്നുണ്ട്, മണിയുണ്ട്, മെറ്റീരിയൽ ഉണ്ട്, മെഷീൻ ഉണ്ട്. ഏതൊക്കെയാണ്? 4 M's നമ്മൾ ചുരുക്കി പറയാം. ഏതൊക്കെയാണ്? മെൻ, മണി, മെറ്റീരിയൽ, മെഷീൻസ്. മെൻ എന്ന് വെച്ചാൽ ആരാണ്? അവിടുത്തെ എംപ്ലോയീസ്. മണി എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപിറ്റൽ. മെൻ, മണി. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തു. അപ്പൊ മെന്നുണ്ട്, മണിയുണ്ട്, മെറ്റീരിയൽ ഉണ്ട്, പിന്നെ എന്തുകൂടി ഉള്ളത്? മെഷീൻസ്. ഇതിനെല്ലാം മാക്സിമം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ഓർഗനൈസേഷൻ എന്താക്കി മാറ്റാൻ പറ്റൂ, സക്സസിലേക്ക് എത്തിക്കാൻ പറ്റൂ. അതാണ് ഈ പറഞ്ഞ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഈ പറഞ്ഞ 4 M's വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നതോടൊപ്പം നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായിട്ട് വളരെ മികവ് കൂടി കാഴ്ചവെച്ചെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ എന്തായി മാറും, സക്സസ് ആയി മാറും എന്നാണ് ഈ പറഞ്ഞ പോയിന്റിന്റെ അർത്ഥം. ക്ലിയർ? ഓക്കെ, അപ്പം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് മാനേജേഴ്സ് ഇൻ ടേക്കിംഗ് പ്രോപ്പർ ഡിസിഷൻസ് ഇൻ പ്രോപ്പർ ടൈം. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ അവിടെ നടന്നെങ്കിലേ പറ്റൂ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് പേര് എന്തായിരുന്നു? പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. സെക്കൻഡ് പോയിന്റ് പേര് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, മനസ്സിലായി കാണും. മൂന്നാമത്തെ പോയിന്റ് പേര് സയന്റിഫിക് ഡിസിഷൻ. പോയിന്റ് പേര് എന്താണ്? സയന്റിഫിക് ഡിസിഷൻ. ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനമെടുക്കൽ എന്നാണ് അതിന്റെ അർത്ഥം. വേറൊന്നുമല്ല, ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എന്താണ്, പഴയ കാര്യങ്ങളെ പോലെ തീരുമാനമെടുക്കുക. എന്ത് ചെയ്യുക? സയന്റിഫിക് ആയിട്ട്, ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ച് അവിടെ ഡിസിഷൻ എടുക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നോക്കാം. Management decisions taken with the backing of management principles are free from bias and prejudice. ഇപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്, അപ്പൊ അവിടെ ഒരു പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാൻ പാടില്ല. എന്താണ് പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒരു പക്ഷാഭേദം ഒന്നും കാണിക്കുക, ആരോടും ഒരു പ്രത്യേക ചായവോ ഒരു പ്രത്യേക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പാടില്ല എന്നാണ് ഈ പോയിന്റിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് പേര് എന്താണ്? സയന്റിഫിക് ഡിസിഷൻ. ക്ലിയർ? ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പോകാം. നാലാമത്തെ പോയിന്റ് പേര് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്. മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്. ആ വാക്കിൽ തന്നെ ഉണ്ട് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്. മാറുന്ന മാറ്റം, ആ മാറുന്ന മാറ്റത്തോട് നമ്മൾ എന്ത് ചെയ്യുക? പൊരുത്തപ്പെടുക. മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്. നോക്കാം. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഹൈലി ഫ്ലെക്സിബിൾ ആൻഡ് therefore can be modified to meet changing requirements of environment. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു, റിജിഡ് അല്ല. എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം അയവുള്ളതാണ് അല്ലെങ്കിൽ വഴക്കമുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? മാറുന്ന മാറ്റത്തോട് നമ്മൾ എന്ത് ചെയ്യുക? പൊരുത്തപ്പെട്ടു പോവുക എന്നാണ് ഈ പറഞ്ഞ പോയിന്റിന്റെ അർത്ഥം. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് സംഭവിക്കുന്നു അല്ലെ സംഭവിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ചേഞ്ചസിനോട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പൊരുത്തപ്പെട്ടു പോവുക. അതാണ് ആ പോയിന്റിന്റെ അർത്ഥം. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് പേര് ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? സാമൂഹ്യ ഉത്തരവാദിത്വം. നമ്മളിപ്പം എന്താണ്, ഒരു ബിസിനസ് നടത്തിക്കോളൂ, ലാഭം നേടിക്കോളൂ, പക്ഷേ സമൂഹത്തെ എന്ത് ചെയ്യാൻ പാടില്ല? ദ്രോഹിക്കാൻ പാടില്ല. അവർക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാവുക കൂടി വേണം. അവർക്ക് എങ്ങനെയാണ്? ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. ഗുണമേന്മയുള്ള സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുക കൂടി വേണം എന്നാണ് ഈ പറഞ്ഞ പോയിന്റിന്റെ അർത്ഥം. നോക്കാം.
A business enterprise is an integral part of society. It has to supply quality products at a reasonable price to the customers and fair wages to the employees. ഗുണമേന്മയുള്ള സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് വിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷനും കിട്ടും, ഉടമസ്ഥന് പ്രോഫിറ്റും കിട്ടും. ക്ലിയർ? അപ്പോൾ ആ പോയിന്റ് പേര് മനസ്സിലായല്ലോ. അഞ്ചാമത്തെ പോയിന്റ് പേര് എന്താണ്? ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസ്. അതായത് ബിസിനസ് നടത്തിക്കോളൂ, ലാഭം നേടിക്കോളൂ, പക്ഷെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? ദ്രോഹിക്കരുത്. അവരോട് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണമെന്നാണ് അഞ്ചാമത്തെ പോയിന്റിന്റെ അർത്ഥം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം. മാനേജ്മെന്റ്, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മാനേജ്മെന്റ്, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം പരിശീലനം. എഡ്യൂക്കേഷൻ നമുക്കറിയാം, വിദ്യാഭ്യാസമാണ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആഴത്തിലുള്ള പഠനം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഉന്നതമായ പഠനത്തിലൂടെയാണ്, ഒരുപാട് പരിശീലനത്തിലൂടെയാണ്, ഗവേഷണത്തിലൂടെയാണ്. മനസ്സിലായി കാണുമല്ലോ. അതായത് നിരന്തരമായിട്ടുള്ള പരീക്ഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഒക്കെയാണ് ഒരു പ്രിൻസിപ്പൽ ഫോം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഡിവിഷൻ ഓഫ് വർക്ക്. അതെങ്ങനെയാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ എന്തായിരുന്നു? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്. അങ്ങനെ പോകുന്ന 14 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ച ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് എല്ലാം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല. അത് നിരന്തരമായിട്ടുള്ള പഠനത്തിലൂടെയും നിരന്തരമായിട്ടുള്ള ഒബ്സർവേഷനിലൂടെയും നിരന്തരമായിട്ടുള്ള റിസർച്ചിലൂടെയും ട്രെയിനിങ്ങിലൂടെയും ഒക്കെ നമ്മളുടെ മുമ്പിലേക്ക് എത്തിയതാണ്. അപ്പൊ ആ പോയിന്റ് പേര് മാനേജ്മെന്റ്, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. Principles of management are at the core of management theory. As such, these are used as a basis for management, training, education and research. Okay, അപ്പോൾ നമ്മളിപ്പം 6 പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കും. 6 പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് പേര് എന്താണ്? പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. ഫസ്റ്റ് പോയിന്റ് ഒക്കെയാണ്. രണ്ടാമത്തെ പോയിന്റ് പേര് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, 2 പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പേര് സയന്റിഫിക് ഡിസിഷൻ. നാലാമത്തെ പോയിന്റ് പേര് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്. അഞ്ചാമത്തെ പോയിന്റ് പേര് ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മാനേജ്മെന്റ്, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ, ഈ പോർഷൻ മനസ്സിലായി കാണും. ഇതും ഹയർ സെക്കൻഡറി ചിലപ്പോൾ ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ.